നമസ്കാരം. ആഗോള വ്യോമയുദ്ധ ചരിത്രം ഇന്നൊരു പുതിയ പരിവർത്തനത്തിൻ്റെ നിർണായകമായ മുനമ്പിലാണ് നിൽക്കുന്നത്. യുദ്ധവിമാനങ്ങളുടെ കോക്പിറ്റലുകളിൽ പൈലറ്റുമാർ ഇരുന്ന് യുദ്ധം നയിക്കുന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് കൃത്രിമ ബുദ്ധിയും സ്വയംഭരണാധികാരവുമുള്ള അത്യാധുനിക ഡ്രോണുകൾ ആകാശം കീഴടക്കുന്ന ഒരു യുഗത്തിലേക്ക് ലോകം അതിവേഗം ചുവടുമാറ്റുകയാണ്. ശത്രു രാജ്യങ്ങളുടെ റഡാറുകളെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും ഭേദിച്ച് ആകാശത്ത് സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുക എന്നത് ഏതൊരു വികസിത സൈന്യത്തിൻ്റെയും അനിവാര്യതയായി മാറിയിരിക്കുന്നു. ഈ ഒരു ഭൗമ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ ഗവേഷണ രംഗത്ത് വിപ്ലവകരമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആകാശ പോരാട്ടങ്ങളിൽ സമാനതകളില്ലാത്ത മേധാവിത്വം നൽകാൻ ശേഷിയുള്ള തദ്ദേശീയമായി വികസിപ്പിക്കുന്ന പുതിയ തലമുറ അൺമാൻഡ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ പൈലറ്റ് ഇല്ലാത്ത യുദ്ധവിമാന പദ്ധതിയായ ഫൂഫ അഥവാ ഫ്യൂച്ചർ അൺമാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രതിരോധ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ബംഗളൂരുവിൽ വരാനിരിക്കുന്ന എയ്റോ ഇന്ത്യ 2027 പ്രതിരോധ പ്രദർശനത്തിൽ DRDOയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ അത്യാധുനിക പദ്ധതിയുടെ രൂപരേഖയും പ്രധാന വിവരങ്ങളും ഔദ്യോഗികമായി പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിലും വ്യോമയാന സാങ്കേതിക വിദ്യയിലും ഇതൊരു വലിയ നാഴികക്കല്ലാകും. നിലവിൽ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടക് സ്റ്റെൽത്ത് ഡ്രോൺ പദ്ധതിക്കും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ കാറ്റ്സ് വാരിയർ ലോയൽ വിങ്മാൻ പദ്ധതികൾക്കും ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒന്നാണെങ്കിലും അവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായൊരു യുദ്ധതന്ത്രമാണ് ഫൂഫ മുന്നോട്ട് വയ്ക്കുന്നത്. ശത്രുമേഖലകളിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ബോംബാക്രമണം നടത്തുന്നതിനാണ് ഘട്ടക് രൂപകൽപ്പന ചെയ്യുന്നതെങ്കിൽ ആകാശത്ത് വെച്ച് തന്നെ ശത്രുവിൻ്റെ യുദ്ധവിമാനങ്ങളെ നേരിട്ട് വെടിവെച്ചിടാനുള്ള വ്യോമ മേധാവിത്വ ദൗത്യങ്ങൾക്കാണ് ഫൂഫയ്ക്ക് രൂപം നൽകുന്നത്. സാധാരണയായി കാണപ്പെടുന്ന വിങ് ബോഡി ഘടനയ്ക്ക് പകരം യഥാർത്ഥ യുദ്ധവിമാനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പരമ്പരാഗത ഡിസൈനാണ് ഫൂഫയ്ക്കായി ശാസ്ത്രജ്ഞർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഠിനമായ വ്യോമാക്രമണങ്ങൾക്കിടയിലും അതിവേഗത്തിൽ പറക്കാനും തീവ്രമായ വ്യോമ വ്യായാമങ്ങൾ നടത്താനും ഈ ഘടന വിമാനത്തെ സഹായിക്കും. ഇതിനായി പ്രത്യേക എയർ ഇൻടേക്കുകളും വിമാനത്തിൻ്റെ ഗതി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സവിശേഷമായ സ്റ്റെബിലൈസിംഗ് സർഫസുകളും ഈ ഡ്രോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേവലം നിരീക്ഷണങ്ങൾക്കോ അല്ലെങ്കിൽ നിലത്തുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനോ ഉള്ള ഒരു സാധാരണ ഡ്രോൺ എന്നതിനുമപ്പുറം വ്യോമ അതിർത്തികളിൽ കാവൽ നിൽക്കാനും ശത്രു വിമാനങ്ങളെ തന്ത്രപരമായി പ്രതിരോധിക്കാനും ശേഷിയുള്ള ഒരു യഥാർത്ഥ ഫൈറ്റർ ജെറ്റായിട്ടാണ് ഇതിനെ വികസിപ്പിക്കുന്നത്. ഹ്രസ്വദൂര പോരാട്ടങ്ങളിലും ദൂരപരിധിക്ക് അപ്പുറമുള്ള ശത്രുക്കളെ തകർക്കുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ആക്രമണങ്ങളിലും ഒരുപോലെ മികവ് പുലർത്താൻ ഇതിന് സാധിക്കും. ഭാവിയുടെ യുദ്ധതന്ത്രമായ ഹ്യൂമൻ മെഷീൻ ടീമിംഗ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതി പ്രവർത്തിക്കുക. അതായത് യുദ്ധരംഗത്ത് പൈലറ്റുകളെ പൂർണ്ണമായി ഒഴിവാക്കുകയല്ല ഈ സാങ്കേതിക വിദ്യ ചെയ്യുന്നത്, മറിച്ച് പൈലറ്റുകളുടെ ജീവന് വലിയ ഭീഷണിയുള്ള അതീവ അപകടകരമായ ദൗത്യങ്ങളിൽ മനുഷ്യൻ നയിക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് ശക്തമായ ഒരു കൂട്ടാളിയായി ഈ പൈലറ്റില്ലാ വിമാനങ്ങൾ മാറും. ഇന്ത്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA, നിലവിലെ മുൻനിര പോരാളിയായ സുഖോയ് 30 MKI തുടങ്ങിയ വിമാനങ്ങളിലെ പൈലറ്റുമാർക്ക് ഈ ഡ്രോണുകളെ നിയന്ത്രിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും സാധിക്കും. ശത്രുവിൻ്റെ റഡാറുകളെ ആശയക്കുഴപ്പത്തിലാക്കാനും കൂടുതൽ ആയുധങ്ങളും സെൻസറുകളും യുദ്ധമേഖലയിലേക്ക് എത്തിക്കാനും ഫൂഫ സഹായിക്കുന്നതിലൂടെ ഇന്ത്യൻ പൈലറ്റുമാരുടെ സുരക്ഷിതത്വവും ആക്രമണ ശക്തിയും പല മടങ്ങ് വർദ്ധിക്കും. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ചുരുക്കം ചില വികസിത രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ശബ്ദാതിവേഗ മികവാണ് ഫൂഫയ്ക്ക് ലക്ഷ്യമിടുന്നത്. മാക് 1.5 വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഈ സംവിധാനം ആഗോള തലത്തിൽ തന്നെ പൈലറ്റില്ലാ യുദ്ധവിമാന രംഗത്തെ വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും. ആധുനിക വ്യോമയുദ്ധങ്ങളിൽ വേഗതയും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃത്രിമ ബുദ്ധിയുടെ ശേഷിയും നിർണായകമാണ്. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഓട്ടോണമസ് ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനങ്ങളും ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തത്സമയം വിശകലനം ചെയ്യാൻ സഹായിക്കുന്ന ഡിസിഷൻ സപ്പോർട്ട് ആർക്കിടെക്ചറും ഇതിൻ്റെ പ്രധാന സവിശേഷതകളാണ്. ഇത് ശത്രുപക്ഷത്ത് വലിയ ആശങ്കകൾ സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല. തദ്ദേശീയമായ സൈനിക സാങ്കേതിക വിദ്യയിൽ പൂർണ്ണ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് ഈ പദ്ധതി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി ഇത് ലോകത്തിന് മുന്നിൽ തെളിയിക്കും. ഭാവിയിൽ ചൈനയോ പാകിസ്ഥാനോ ഉയർത്തിയേക്കാവുന്ന സംയുക്ത വ്യോമ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാൻ
ഇന്ത്യയെ ഈ സാങ്കേതികവിദ്യ പ്രാപ്തരാക്കും. എയ്റോ ഇന്ത്യ 2027 ഇതിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നതോടെ ഏഷ്യൻ പസഫിക് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയുടെ സ്വാധീനം കൂടുതൽ ശക്തമാകുകയും ആഗോള പ്രതിരോധ ഭൂപടത്തിൽ രാജ്യം ഒരു പുതിയ കരുത്തായി മാറുകയും ചെയ്യും. ഏഷ്യൻ പസഫിക് മേഖലയുടെ ഭൗമരാഷ്ട്രീയത്തിൽ ചൈനയുടെ വ്യോമശക്തിയെ അട്ടിമറിക്കാൻ ചൈനയും പാകിസ്ഥാനും സംയുക്തമായി നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ തദ്ദേശീയ മറുപടിയാണ് ഭൂഫ. വടക്കൻ അതിർത്തികളിൽ ചൈന ഉയർത്തുന്ന അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഭീഷണിയും പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന വ്യോമ നവീകരണങ്ങളും ഒരേ സമയം നേരിടേണ്ടി വരുന്ന ഇരുതലപൂർവമായ പ്രതിസന്ധിയാണ് ഇന്ത്യക്കുള്ളത്. ഈ സാഹചര്യത്തിൽ ശബ്ദാതിവേഗവും കൃത്രിമ ബുദ്ധിയുമുള്ള ഒരു ഫൂഫ യുദ്ധവിമാനങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് ബെയ്ജിങ്ങിൻ്റെയും ഇസ്ലാമാബാദിൻ്റെയും വ്യോമതന്ത്രങ്ങളുടെ അടിത്തറ കിളക്കുന്ന കടുത്ത തിരിച്ചടിയായി മാറും. ചൈനീസ് വ്യോമസേനയ്ക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ തന്ത്രപരമായ ആഘാതം അവരുടെ പൈലറ്റില്ലാ യുദ്ധവിമാന മേധാവിത്വത്തിനുള്ള ഇന്ത്യയുടെ കൃത്യമായ ബദലാണിത് എന്നതാണ്. നിലവിൽ ചൈന തങ്ങളുടെ ഡാർക്ക് ഈഗിൾ തുടങ്ങിയ അത്യാധുനിക ഡ്രോണുകളിലൂടെയും J-20 സ്റ്റെൽത്ത് വിമാനങ്ങളിലൂടെയും ആകാശത്ത് വലിയ മേധാവിത്വം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ചൈനയുടെ വിങ് ബോഡി ഡ്രോണുകൾ പ്രധാനമായും നിരീക്ഷണങ്ങൾക്കും ബോംബാക്രമണങ്ങൾക്കും മാത്രമുള്ളതാണ്. നേരെ മറിച്ച് ആകാശത്ത് വെച്ച് ശത്രു വിമാനങ്ങളെ നേരിട്ട് വെടിവെച്ചിടാൻ ശേഷിയുള്ള ഒരു യഥാർത്ഥ സൂപ്പർ സോണിക് പൈലറ്റില്ലാത്ത ഫൈറ്റർ ജെറ്റാണ് ഇന്ത്യ വികസിപ്പിക്കുന്ന ഫൂഫ. ഇത് ഹിമാലയൻ അതിർത്തികളിൽ ചൈനീസ് വിമാനങ്ങളുടെ ആധിപത്യം തടയാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. ചൈനയുടെ സാങ്കേതിക മേന്മയെ ഇന്ത്യൻ കൃത്രിമ ബുദ്ധി സാങ്കേതിക വിദ്യ കൊണ്ട് പ്രതിരോധിക്കുന്ന ഈ നീക്കം ബെയ്ജിങ്ങിൻ്റെ ഭൗമരാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് തെറ്റിക്കുന്നതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ സാങ്കേതിക വിദ്യ സാമ്പത്തികമായും സൈനികമായും അവരെ വലിയ പ്രതിസന്ധിയിലാക്കും. ചൈനയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതിയെ പൂർണ്ണമായി ആശ്രയിക്കുന്ന പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇന്ത്യയുടെ ഈ ഹ്യൂമൻ മെഷീൻ ടീമിംഗ് സാങ്കേതിക വിദ്യയോട് മത്സരിക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷിയോ തദ്ദേശീയ സാങ്കേതിക വിദ്യയോ ഇല്ല. ഇന്ത്യയുടെ റഫാൽ, സുഖോയ് 30 MKI തുടങ്ങിയ മുൻനിര യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഒന്നിലധികം ഫൂഫ ഡ്രോണുകൾ കൂടി വിന്യസിക്കപ്പെടുമ്പോൾ ആകാശത്ത് ഇന്ത്യയുടെ ആക്രമണശേഷി 4 ഇരട്ടിയായി വർദ്ധിക്കും. പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ നിരകളെ തകർക്കാൻ ഈ പൈലറ്റില്ലാ വിമാനങ്ങൾക്ക് സാധിക്കും. ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കെതിരെ വ്യോമപ്രതിരോധം ശക്തമാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ ഈ പുതിയ തന്ത്രം ആകാശ പോരാട്ടങ്ങളിൽ വലിയ പരാജയ ഭീതി സമ്മാനിക്കും. ഭൗമരാഷ്ട്രീയ തലത്തിൽ ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യൻ അതിർത്തികളിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സൈനിക സമ്മർദ്ദ തന്ത്രങ്ങൾക്കാണ് ഇതിലൂടെ മങ്ങലേൽക്കുന്നത്. യുദ്ധമുണ്ടായാൽ പൈലറ്റുമാരുടെ ജീവഹാനിയും വിമാനങ്ങളുടെ നഷ്ടവും കുറയ്ക്കാൻ ഫൂഫ പോലുള്ള കുറഞ്ഞ ചെലവിലുള്ള റോബോട്ടിക് വിമാനങ്ങൾ ഇന്ത്യയെ സഹായിക്കും. അതീവ അപകടകരമായ വ്യോമ മേഖലകളിലേക്ക് മനുഷ്യരെ അയക്കാതെ ശത്രുവിൻ്റെ മിസൈലുകളെയും റഡാറുകളെയും ആകർഷിക്കാനും നശിപ്പിക്കാനും ഫൂഫയ്ക്ക് കഴിയും. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ നഷ്ടസാധ്യതകൾ ഗണ്യമായി കുറയ്ക്കുമ്പോൾ ശത്രുപക്ഷത്തുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. ചുരുക്കത്തിൽ ഏഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്കും ചൈനയുടെ തണലിൽ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ നോക്കുന്ന പാകിസ്ഥാനും ഒരുപോലെ കനത്ത പ്രഹരമാണ് ഫൂഫ പദ്ധതി നൽകുന്നത്. ഇന്ത്യ പ്രതിരോധ രംഗത്ത് പൂർണ്ണമായി തദ്ദേശീയ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതോടെ വിദേശ ഉപരോധങ്ങൾ വഴി ഇന്ത്യയെ തളർത്താമെന്ന ശത്രുക്കളുടെ മോഹങ്ങൾ അവസാനിക്കും. എയ്റോ ഇന്ത്യ 2027 ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ ദക്ഷിണേഷ്യൻ ആകാശത്ത് തങ്ങളുടെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന യാഥാർത്ഥ്യം ചൈനയ്ക്കും പാകിസ്ഥാനും പരസ്യമായി അംഗീകരിക്കേണ്ടി വരും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.